കണ്ണൂർ DMO ഓഫീസിനകത്ത് കുത്തിയിരുന്ന് NGO യൂണിയൻ പ്രവർത്തകരുടെ പ്രതിഷേധം. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ അടക്കം തലങ്ങും വിലങ്ങും മാറ്റിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. തീരുമാനം പുനഃപരിശോധിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കണ്ണൂർ DMO ഓഫീസിനകത്ത് ഏറെ നേരം NGO യൂണിയൻ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ അടക്കം തലങ്ങും വിലങ്ങും മാറ്റി എന്നാരോപിച്ചായിരുന്നു രാവിലെ മുതലുള്ള പ്രതിഷേധം. ഇതിനിടയിൽ ഓഫീസിൽ കുത്തിയിരിക്കുന്നത് തടയാൻ NGO അസോസിയേഷൻ പ്രവർത്തകർ എത്തിയത് ചെറിയ തോതിൽ വാക്കേറ്റത്തിനും ഇടയാക്കി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അന്യായമായ സ്ഥലംമാറ്റ ഉത്തരവ് പിൻവലിക്കണം എന്നായിരുന്നു NGO യൂണിയന്റെ ആവശ്യം. NGO അസോസിയേഷൻ പറയുന്നതനുസരിച്ചാണ് യൂണിയൻ പ്രവർത്തകരെ സ്ഥലം മാറ്റുന്നതെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആക്ഷേപം. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ 80 കിലോമീറ്റർ അകലെ വരെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഉത്തരവ് പിൻവലിക്കാമെന്ന ഉറപ്പ് DMO നൽകിയിട്ടുണ്ടെന്നും NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K. രഞ്ജിത്ത് പറഞ്ഞു. അപേക്ഷ പരിഗണിക്കാതെ തന്നെയാണ് ജീവനക്കാരെ വളരെ ദൂരത്തേക്ക് ഏതാണ്ട് 60, 70, 80 കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് പോകേണ്ടി വരുന്ന സാഹചര്യം ആണ് ഇന്നലത്തെ ഓർഡറിലുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ ഞങ്ങൾ DMOൻ്റെ മുമ്പിലേക്ക് സമരവുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവ് തിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയത്. അത് പരിഗണിച്ചുകൊണ്ട് DMO വൈകുന്നേരത്തോടുകൂടി ആ ഉത്തരവ് പ്രയാസം അനുഭവിക്കുന്ന ജീവനക്കാരെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വൈകുന്നേരത്തോടുകൂടി മാറ്റിയിറക്കാം എന്ന ഒരു ഉറപ്പ് അദ്ദേഹം പോലീസ് അധികാരികളുടെ മുന്നിൽ വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവ് ഇറക്കുന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ വലിയ സമരത്തിലേക്ക് പോകേണ്ടി വരും. സമാനമായ വിഷയങ്ങളാണ് മറ്റ് തസ്തികകൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ക്ലർക്കുമാരുടെ കാര്യത്തിലായാലും ടൈപ്പിസ്റ്റുമാരുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ DMOയിൽ നിന്ന് വരുന്ന ഉത്തരവുകളെല്ലാം അസോസിയേഷൻകാരുടെ അവരെ തോന്നിയാസത്തിന് അവർക്ക് പറയുന്നത് പോലെ ഉത്തരവിറക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അന്യായമായ സ്ഥലംമാറ്റ ഉത്തരവ് റദ്ദാക്കിയില്ലെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന് NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.